Study of angiosperm families പഠിക്കാനുള്ള സെക്കൻഡ് ഫാമിലി Fabaceae ആണ്. Leguminosae എന്നും വിളിക്കും. അതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ ആണ് ക്ലാസ് ഡൈക്കോട്ടിലിഡൻ, സബ് ക്ലാസ് പോളിപെറ്റാലെ, സീരീസ് ക്ലാസ് കാൽസിഫ്ലോറെ, ഓർഡർ റോസേൽസ്, ഫാമിലി Leguminosae. ഇത് ആൻജിയോസ്പേംസിലെ one of the largest families ആണെന്നാണ് പറയുന്നത്. 590 to 690 ജനീറയും 12,000 to 17,000 വരെ സ്പീഷീസും ഉണ്ടെന്നാണ് പറയുന്നത്. ബെൻത്മൻ ഹൂക്കർ ക്ലാസിഫിക്കേഷനിൽ ഇതിനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ആ വാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഡറിനെ 3 സബ് ഓർഡേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സബ് ഓർഡേഴ്സിനെ സബ് ഫാമിലീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ Leguminosae എന്ന് പറയുന്ന ഫാമിലിയിൽ 3 സബ് ഫാമിലീസ് ആണ് കാണാനായിട്ട് പറ്റുക. Papilionoideae, Syllabus, Mimosaceae. അപ്പോൾ ഓയിഡിയ എന്നാണ് സബ് ഫാമിലീസ് അവസാനിക്കുക എന്ന് നോമൻക്ലേച്ചറിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് Papilionoideae, Syllabus, Mimosaceae എന്നും കാണും. അപ്പൊ അത് ഈ Leguminosaeയിൽ വരുന്ന സബ് ഫാമിലീസ് ആണ് ഈ 3 അപ്പൊ ഇതിലെ ഓരോ സബ് ഫാമിലീസിനെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന 3 സബ് ഫാമിലീസിലും വരുന്ന ട്രൈബ്സും അതിനകത്ത് വരുന്ന ജീനസുകളുടെ എണ്ണവും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഫാമിലിനെ തിരിച്ചറിയാൻ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ Leguminosae ഫാമിലിയിൽ പെടുന്നതാണോ എന്നറിയാൻ സഹായിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. മോണോകാർപ്പല്ലറി, യൂണിലോക്യുലർ, ഗൈനീഷ്യം ക്യാരക്ടർ എങ്ങനെയായിരിക്കും? മോണോകാർപ്പല്ലറി, ഒരു കാർപ്പലേ ഉണ്ടാവുള്ളൂ, അത് യൂണിലോക്യുലർ ആയിരിക്കും. അതിനകത്തുള്ള ഒവ്യൂൾസ് മാർജിനൽ പ്ലാസന്റേഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ ഗൈനീഷ്യം ഇറ്റ് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു പോഡ് ഓർ ലെഗ്യൂം, ഓറി പോഡ് അല്ലെങ്കിൽ ലെഗ്യൂം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഫ്രൂട്ട് ഡിഹൈസ് ചെയ്യുന്നത് ഡോർസൽ സ്യൂച്ചേഴ്സ് വഴിയാണ്. അപ്പോൾ അവരൊക്കെ പോലത്തെ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടുന്ന രീതിയാണ് ഡിഹൈഡേഷൻ ബൈ ഡോർസൽ സ്യൂച്ചർ. ആൻഡ്രീഷ്യം ഇസ് ഓഫ് ഡിപ്ലോസ്റ്റിമോണസ് ഒറിജിൻ. ദേ മേ ഷോ മെനി വേരിയേഷൻസ്. ഡിപ്ലോസ്റ്റിമോണസ് എന്ന് പറയുമ്പോൾ ആന്തേഴ്സ് ഒന്നിൽ കൂടുതൽ സ്റ്റേമൻസ് ഒന്നിൽ കൂടുതൽ വേൾഡ്സ് ആയിട്ട്, ഇന്നർ വേൾ, ഔട്ടർ വേൾ, അങ്ങനെ വേൾഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഡിപ്ലോസ്റ്റിമോണസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ മേ ഷോ വേരിയേഷൻസ്. കുറെ തരത്തിലുള്ള ആൻഡ്രീഷ്യത്തിന്റെ അറേഞ്ച്മെന്റ് കാണാനായിട്ട് പറ്റും. സ്റ്റേമൻസ് കുറെ തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഫ്ലവറിന്റെ റിസെപ്റ്റക്കിൾ ഏകദേശം കപ്പ് ഷേപ്ഡ് ആണ്. ലീവ്സ് ഓൾട്ടർനേറ്റ് ആയിരിക്കും. ലീഫിന്റെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ പൾവൈനസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റും. അപ്പൊ പൾവൈനേറ്റ് ലീഫ് ബേസ് എന്ന് പറയും. സ്റ്റിപ്യൂൾസ് ഉള്ള പ്ലാന്റ്സും ഉണ്ട്, സ്റ്റിപ്യൂൾസ് ഇല്ലാത്ത പ്ലാന്റ്സും ഈ ഫാമിലീസിൽ കാണുന്നുണ്ട്. സ്റ്റിപ്പുലേറ്റ് ഓർ എക്സ്റ്റിപ്പുലേറ്റ്, സിമ്പിൾ ലീവ്സും കോമ്പൗണ്ട് ലീവ്സും കാണാനായിട്ട് പറ്റുന്നുണ്ട്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് യൂഷ്വലി കാണുന്നത്. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്, പെരിഗൈനസ് ആണ്, പെന്റാമീറസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ മാൽവേസിയെ പറയുമ്പോൾ പെന്റാമീറസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിഗൈനസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഹൈപ്പോഗൈനസും അല്ല, എപ്പിഗൈനസും അല്ലാത്ത ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ എന്നുള്ള അവസ്ഥയാണ് പെരിഗൈനസ് കണ്ടീഷൻ. ബൈസെക്ഷൽ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരു ഫ്ലവറിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. ഫ്രൂട്ട് ലെഗ്യൂം അല്ലെങ്കിൽ ലൊമെന്റം എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ്. അപ്പൊ ഇത് മാർജിനൽ പ്ലാസന്റേഷന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതിന്റെ LSഉം CS-ഉം അതിന്റെ ഒറിജിനൽ ഒരു പിക്ചർ ആണ് ഈ കാണുന്നത്. LSഉം CS-ഉം ആയിട്ട് കാണിച്ചിരിക്കുക. ഇനി പൾവൈനസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ലീഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ പീറ്റിയോണിന്റെ ഏറ്റവും താഴ്ഭാഗം സ്വളൻ ആയിട്ട് കാണുന്ന അവസ്ഥ പൾവൈനേറ്റ് ലീഫ് ബേസ് ആണ് ഈ ഫാമിലിയിൽ ജനറലി കാണുന്നത്. അതിൽ ആദ്യത്തെ സബ് ഫാമിലി ആയിട്ടുള്ള Papilionoideae കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഇത് കോമൺ ആയിട്ട് Papilionoideaeയിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അതിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. നമ്മൾ മിക്കവാറും പ്ലാന്റ്സ് നമ്മൾ കണ്ടിട്ടുള്ള ഇതാണ്. ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഓഫ് Papilionoideae ആർ ടാപ്പ്റൂട്ട് വിത്ത് നൊഡ്യൂൾസ്. നൊഡ്യൂൾസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ റിസൈഡ് ചെയ്യുന്ന നൊഡ്യൂൾസ് ടാപ്പ്റൂട്ടിൽ ഇവരുടെ റൂട്ട്സിൽ കാണാനായിട്ട് പറ്റും. സിംബയോട്ടിക് അസോസിയേഷൻ. ലീവ്സ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിരിക്കും. നമ്മൾ സിമ്പിൾ ലീവ്സും കോമ്പൗണ്ട് ലീവ്സും Leguminosae ഫാമിലിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. Papilionoideae സബ് ഫാമിലിയിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് കാണുന്നത്. പൾവൈനസ് ലീഫ് ബേസ് ഉണ്ടാവും. ഇൻഫ്ലോറസൻസ് റെസിമോസ് ആണ്. പെന്റാമീറസ്, പെരിഗൈനസ് ആൻഡ് സ്ട്രോങ്ലി സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ആണ് കാണുന്നത്. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഫ്ലവറിനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഫ്ലവേഴ്സിനെയാണ്
സൈഗോമോർഫിക് ഫ്ലവർ എന്ന് പറയുന്നത്. കൊറോള പാപ്പിലിയോണേഷ്യസ് കൊറോളയാണ്. ഇംബ്രിക്കേറ്റ്, ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ, വെക്സിലറി എസ്റ്റിവേഷൻ എന്നും പറയും. അങ്ങനത്തെ തരം എസ്റ്റിവേഷൻ ആണ് കാണുന്നത്. പാപ്പിലിയോണേഷ്യസ് കൊറോള എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് വിങ്, കീൽ പെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെറ്റൽസ് ഒരേ സിംഗിൾ ഫ്ലവറിൽ കാണുന്ന ഒരു അവസ്ഥ, അതാണ് പാപ്പിലിയോണേഷ്യസ് കൊറോള. സ്റ്റേമൻസ് മൊണാഡെൽഫസ് ആയിരിക്കും അല്ലെങ്കിൽ ഡയാഡെൽഫസ് ആയിരിക്കും. മൊണാഡെൽഫസ് എന്ന് പറയുമ്പോൾ സ്റ്റേമനിന്റെ ഫിലമെന്റ്സ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബണ്ടിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മൊണാഡെൽഫസ്. അത് 2 ബണ്ടിൽസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡയാഡെൽഫസ്. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി വിത്ത് ഓവ്യൂൾസ് ഓൺ മാർജിനൽ പ്ലാസന്റേഷൻ. അപ്പൊ ഈ ഫാമിലിയിൽ കാണുന്നത് മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ആണ്. ഓവ്യൂൾസ് മാർജിനൽ പ്ലാസന്റേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫ്രൂട്ട് ലെഗ്യൂം ആണ്. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ പിക്ചേഴ്സ് ആണ്. റൂട്ട് നൊഡ്യൂൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ആണ് പാപ്പിലിയോണേഷ്യസ് കൊറോളയിൽ വരുന്ന പെറ്റൽസ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്ന വലിയൊരു പെറ്റൽ ഉണ്ടാവും, ലാർജ് ആൻഡ് ഷോയി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പെറ്റൽ. പിന്നെ വിങ് പെറ്റൽസ് ഉണ്ടാവും. പിന്നെ കീൽ പെറ്റൽ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സും കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഒറിജിനൽ ഇമേജ് ആണ് സ്റ്റാൻഡേർഡ് പെറ്റൽ, പിന്നെ വിങ് പെറ്റൽ, കീൽ പെറ്റൽ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫ്ലവർ സൈഗോമോർഫിക് ആയിരിക്കും, അതായത് ഒരു സിംഗിൾ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അങ്ങനത്തെ തരം ഫ്ലവേഴ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക. സ്റ്റേമൻസ് ഡയഡെൽഫസ് ആണ്. ഇപ്പൊ 10 സ്റ്റേമൻ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഈ കേസാണ് കാണുന്നത്. 9 ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബണ്ടിലായിട്ടും 1 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ 2 സെപ്പറേറ്റ് ബണ്ടിൽസ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് സ്റ്റേമൻസ് ഡയാഡെൽഫസ് ആണ്. ഈ പിക്ചറിൽ നമുക്ക് ഡയാഡെൽഫസ് ആയിട്ടുള്ള സ്റ്റേമൻസ് കാണാം. 9 ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയും പിന്നെ 1 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനും കാണാനായിട്ട് പറ്റും. എസ്റ്റിവേഷൻ, ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ പറഞ്ഞാൽ ഈ 3rd പിക്ചറിൽ കാണുന്നതാണ് ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ. നിങ്ങളിപ്പോൾ പെറ്റൽസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വലിയൊരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ട്, പിന്നെ 2 വിങ് പെറ്റൽ, പിന്നെ താഴെ 2 കീൽ പെറ്റൽസ് കാണുന്ന അവസ്ഥ. അപ്പൊ ഇതാണ് ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ അല്ലെങ്കിൽ വെക്സിലറി എസ്റ്റിവേഷൻ എന്ന് പറയും. ബാക്കിയുള്ള എസ്റ്റിവേഷൻസ് നോക്കി വെച്ചോളൂ. വേറെ ഫാമിലീസ് ഒക്കെ വരുമ്പോൾ ഉപകാരപ്പെടും. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, അസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ്, ക്വീൻ കൺഷ്യൽ എന്നൊക്കെ പറയുന്ന എസ്റ്റിവേഷൻസ് അതിന്റെ പിക്ചേഴ്സ് ആണ് ഈ കാണുന്നത്. ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഫാമിലിയിൽ മോസ്റ്റ്ലി ഹെർബ്സും ഫ്യൂ ട്രീസുമാണ് കാണാൻ പറ്റുക. യുലെക്സ് എന്ന് പറയുന്ന പ്ലാന്റില് സീറോഫൈറ്റിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് കാണാൻ പറ്റും. ചില പ്ലാന്റ്സ് ആനുവൽ ഹെർബ്സ് ആയിട്ട് കാണുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആനുവൽ ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്, ടെൻഡ്രിൽ ക്ലൈംബേഴ്സ്, ക്ലൈംബിംഗ് ഷ്രബ്സ്, പെരിനിയൽ ഷ്രബ്സ് ഒക്കെ അങ്ങനത്തെ കുറെ തരം ഹാബിറ്റ് കാണിക്കുന്ന പ്ലാന്റ്സ് ഈ പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നുണ്ട്. ട്രീസ് ഉണ്ട്. റൂട്ട്സ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടാപ്പ് റൂട്ട് ആണ്. നൊഡ്യൂൾസ് ഉണ്ട്. നൊഡ്യൂൾസിനകത്ത് എന്താ കാണുന്നത്? റൈസോബിയം എന്ന് പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയം കാണാൻ പറ്റും. അവിടെ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് പ്ലാന്റും ബാക്ടീരിയയും തമ്മിലുള്ളത്. അങ്ങനത്തെ റൂട്ട് നൊഡ്യൂൾസ് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ റൂട്ടിന്റെ സ്പെഷ്യാലിറ്റി. ലീവ്സ് സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോൾ കോമ്പൗണ്ട് ലീവ്സ് ആണെന്ന് പറഞ്ഞു. സ്റ്റിൽ സിമ്പിൾ ആയിട്ടുള്ള ലീവ്സും കാണുന്നുണ്ട്. ഇംപാരി പിന്നേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് ആൻഡ് സ്റ്റിപ്പുലേറ്റ് ലീവ്സ് ആണ്. സ്റ്റിപ്യൂൾസ്, പിസം, ലാത്തിറസ് പോലത്തെ പ്ലാന്റ്സ് ലീഫ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റിപ്യൂൾസ് ആണ് കാണുന്നത്. ലീഫ് ബേസ് പൾവൈനസ് കാണാൻ പറ്റും. പൾവൈനേറ്റ് ലീഫ് ബേസ് ആണ്. ഡെസ്മോഡിയത്തിന്റെ ലീവ്സ് ടേഗർ മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. യുലെക്സ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് കാണിക്കുന്ന പ്ലാന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സ്പൈനസ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ലാത്തിറസിലെ ലീഫ് എൻറ്റയർ ആണ്. പിസം സെറ്റയം നോക്കിക്കഴിഞ്ഞാൽ ടെർമിനൽ ലീഫ്ലെറ്റ്സ്, ടെർമിനൽ പൊസിഷനിൽ വരുന്ന ലീഫ്ലെറ്റ്സ് മോഡിഫൈ ചെയ്ത് ടെൻഡ്രിൽസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ടെൻഡ്രിൽസ് എന്ന് പറയുമ്പോൾ ക്ലൈംബിംഗ് ആയിട്ടുള്ള ഹാബിറ്റുള്ള ട്രീസ്, പ്ലാന്റ്സിനൊക്കെ ക്ലൈംബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ പിസത്തിന്റെ കേസിൽ. ഇൻഫ്ലോറസൻസ് നോക്കുകയാണെങ്കിൽ യൂഷ്വലി റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ക്രോട്ടലേരിയയുടെ കേസിൽ ടെർമിനൽ അല്ലെങ്കിൽ ലീഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസീൻസ്, ടെർമിനൽ പൊസിഷനിൽ അല്ലെങ്കിൽ ലീഫിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിൽ റെസീൻസ് ആയിട്ടാണ് കാണുന്നത്. കെജാനസ് എന്ന് പറയുന്ന പ്ലാന്റിൽ കോറിംബോസ് റെസീൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ടെർമിനൽ പാനിക്കിൾ കാണാൻ പറ്റും. സിസറിൽ സോളിറ്ററി ഫ്ലവേഴ്സ് ആണ് ഇൻ ദി ആക്സിലറി പൊസിഷൻ. ഡാൽബേർജിയ നോക്കുകയാണെങ്കിൽ ടെർമിനൽ അല്ലെങ്കിൽ ലാറ്ററൽ പാനിക്കിൾ ആയിട്ടാണ് കാണുന്നത്. നെപ്റ്റ്യൂണിയ ഒരു അക്വാട്ടിക് ഹെർബ് ആണെന്ന് പറയുന്നു. അതിൽ ഫ്ലവേഴ്സ് ഡെൻസ് ആയിട്ടുള്ള ഒരു ഹെഡ് ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കാണുന്നത്. ഫ്ലവേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ബൈസെക്ഷൽ, സൈഗോമോർഫിക്, പെരിഗൈനസ്, പെന്റാമിറസ്. കാലിക്സ് നോക്കുകയാണെങ്കിൽ ഗാമോസെപ്പാലസ് ആണ്. ഇറഗുലർ ആയിട്ടുള്ള കാലിക്സ് ആണ്.
വാൽവേറ്റ് എസ്റ്റിവേഷൻ കാണിക്കുന്നു. 2 ലിപ്ഡ് ആയിട്ടുള്ള കാലിക്സ് കാണുന്ന പ്ലാന്റ് ആണ് എസ്കൈനോമീൻ എന്ന് പറയുന്ന പ്ലാന്റ്. കൊറോള നോക്കുകയാണെങ്കിൽ 5 പെറ്റൽസ് ആണുള്ളത്. ഫ്രീ ആയിട്ടുള്ള പെറ്റൽസ് ആണ്, ഇറഗുലർ ആണ് പെറ്റൽസ്. നേരത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചിത്രം കണ്ടപ്പോൾ മനസ്സിലാവും, ഓരോ പെറ്റലും ഓരോ തരത്തിലാണ് ഇരിക്കുന്നത്. ഇറഗുലർ ആയിട്ടുള്ള പെറ്റൽസ് ആണ്. ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് അല്ലെങ്കിൽ വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ് കൊറോള കാണിക്കുന്നത്. പാപ്പിലിയോനേഷ്യസ് കൊറോളയാണ്. സ്റ്റാൻഡേർഡ് വിങ് കീൽ പെറ്റൽസ് ഒക്കെ കാണുന്ന പാപ്പിലിയോനേഷ്യസ് കൊറോളയാണ്. ആൻഡ്രീഷ്യം യൂഷ്വലി 10 സ്റ്റേമൻസ് കാണാൻ പറ്റും. അത് ഡയാഡൽഫസ് 2 ബണ്ടിൽസ് ആക്കി അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. മിക്കവാറും കാണുന്നത് 9 യുണൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ബണ്ടിലും 10ാമത്തെ ഒരെണ്ണം ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ. സ്റ്റേമൻസ് യൂഷ്വലി സ്റ്റാൻഡേർഡ് പെറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണാറുള്ളത്. കൊറോട്ടലേരിയ എന്ന് പറയുന്ന പ്ലാന്റിൽ ഈ പറയുന്ന 10 സ്റ്റേമൻസും ഒറ്റ ബണ്ടിലായിട്ട്, 2 സെപ്പറേറ്റ് ബണ്ടിലല്ലാതെ സിംഗിൾ ബണ്ടിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് മൊണോഡാൽഫസ് കണ്ടീഷൻ കാണാൻ പറ്റും എന്ന് പറയുന്നു. സൊഫോയിൽ ഈ 10 സ്റ്റേമൻസും ഫ്യൂസ്ഡ് അല്ല, ഫ്രീ ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഡാൽബോജയിലാണെങ്കിൽ ആകെ 9 സ്റ്റേമൻസേ കാണുന്നുള്ളൂ. ഇനി അഥവാ ഫ്യൂസ്ഡ് ആണെങ്കിൽ തന്നെ, ഈ പറയുന്ന പ്ലാന്റ്സിലൊക്കെ ഫ്യൂസ്ഡ് ഫിലമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് അറ്റത്തെത്തുമ്പോൾ, അപ്പെക്സിൽ എത്തുമ്പോഴേക്ക് ഫിലമെന്റ്സ് ഫ്രീ ആയിട്ട് ദേ ഗിവ് ഔട്ട് ഡൈതീക്കസ് ആന്തേഴ്സ്. ഡൈതീക്കസ് ആന്തറിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. 2 തീക്ക ഉള്ള ആന്തേഴ്സ്, ഡൈതീക്കസ് ആന്തേഴ്സ് ആണ് ഈ ഗ്രൂപ്പിൽ കാണുന്നത്. ആൽവേസിയ പറഞ്ഞപ്പോൾ മോണോതീക്കസ് ആയിട്ടുള്ള ആന്തേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈനീഷ്യം സിംഗിൾ കാർപ്പൽ ആണ് വിത്ത് എ ഷോർട്ട് സ്റ്റോക്ക്. ഫ്ലാറ്റൻഡ് ഓവറി ഫ്ലാറ്റൻഡ് ആണ്. ടെർമിനൽ സ്റ്റൈൽ കാണാൻ പറ്റും. സ്റ്റിഗ്മ ക്യാപിറ്റേറ്റ് ആണ്. ഓവറി യൂണിലോക്യുലാർ ആണ്. അതിനകത്ത് ഓവറിക്കകത്ത് ഉള്ള ഓവ്യൂൾസ് നോക്കുകയാണെങ്കിൽ ദേ മേ ബി അനാട്രോപ്പസ് ഓർ ആംഫിട്രോപ്പസ്. അത് മാർജിനൽ പ്ലാസന്റേഷനിലാണ് കാണുന്നത്. അറാക്കിസിലെ ഓവ്യൂൾസിന്റെ എണ്ണം 2 to 4 വരെ ഉണ്ടാവാം. പോളിനേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സിന് ഒരു പെക്യുലർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് വിങ് കീൽ പെറ്റൽസ് ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടു. പെക്യുലർ ആയിട്ടുള്ള പാപ്പിലിയോനേഷ്യസ് കൊറോളയൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം ഫ്ലോറൽ കൺസ്ട്രക്ഷൻ ആണ്. അതൊരു എഫിഷ്യന്റ് പോളിനേഷൻ മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. അപ്പോ ഓരോ ഫ്ലവറിനും ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. നെക്ടർ, ഇൻസെക്ട്സ് വരുന്നത് ഈ നെക്ടറിന് വേണ്ടിയിട്ടാണ്. ആ നെക്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഓവറിയുടെ ബേസ് പൊസിഷനിലായിട്ടാണ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദി തലാമസ്. അപ്പോൾ ഈ വിങ് പെറ്റൽസ് എന്ന് പറയുന്ന ടൈപ്പ് പെറ്റൽസിലാണ് ഈ ഇൻസെക്ട്സ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇൻസെക്ട്സ് വന്ന് ഇരിക്കുന്നത് വിങ് പെറ്റൽസിന്റെ മുകളിലായിരിക്കും. അപ്പൊ ഈ വിങ് പെറ്റൽസിന്റെയും കീൽ പെറ്റൽസിന്റെയും ഫേസസിൽ, ഓപ്പോസിംഗ് ആയിട്ടുള്ള ഫേസസിൽ ഹെയർസ് ഉള്ളത് കൊണ്ട് അവർ രണ്ടും കൂടി ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ വിങ് പെറ്റലിൽ എന്തെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കീൽ പെറ്റലിലേക്കും കൂടി ട്രാൻസ്ഫർ ആവുന്ന തരത്തിലാണ് ഉള്ളത്. അപ്പൊ ഇൻസെക്ട് വന്നിരുന്നു കഴിഞ്ഞാൽ കീൽ പെറ്റലും കൂടി താഴ്ന്നു പോകും. വെയിറ്റ് കാരണം അതും കൂടി താഴ്ന്നു പോകും. ഈ പറയുന്ന എസെൻഷ്യൽ ഓർഗൻസ് ഒക്കെ ഈ കീൽ പെറ്റൽ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എസെൻഷ്യൽ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് എസെൻഷ്യൽ ഓർഗൻസ് എന്ന് പറയുന്നത്. അതിനെ കവർ ചെയ്തിട്ട് നിൽക്കുകയാണ് ഈ കീൽ പെറ്റൽ. അപ്പൊ ഈ വെയിറ്റ് കാരണം പെറ്റൽ താഴ്ന്നു പോകുമ്പോൾ എസെൻഷ്യൽ ഓർഗൻസ് എക്സ്പോസ്ഡ് ആവും. അങ്ങനെ സ്റ്റിഗ്മ ഈ ഇൻസെക്ടിന്റെ ലോവർ പാർട്ടിൽ, ഇൻസെക്ട് ബോഡിയുടെ ലോവർ പാർട്ടിൽ വന്ന് ടച്ച് ചെയ്യും. അപ്പൊ ഇൻസെക്ടിന്റെ ബോഡിയിൽ എന്തെങ്കിലും പൊളൻ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഇവിടുത്തെ പൊളൻ ഷെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഇൻസെക്ട് വേറൊരു പ്ലാന്റിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇൻസെക്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് നെക്ടറും പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പെറ്റൽസ് ഒക്കെ, താഴ്ന്നു പോയ പെറ്റൽസ് ഒക്കെ പിന്നെയും അവരുടെ പഴയ പൊസിഷനിലേക്ക് തിരിച്ച് വരും. ഇതിനെ നമ്മൾ പിസ്റ്റൺ മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഇൻസെക്ട് വന്നിരിക്കുന്നു, പെറ്റൽസ് താഴ്ന്നു പോകുന്നു, എസെൻഷ്യൽ ഓർഗൻസ് എക്സ്പോസ്ഡ് ആവുന്നു, അതിനുശേഷം ഇൻസെക്ട് ലീവ് ചെയ്യുന്നു, പെറ്റൽസ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അതുവഴി പോളിനേഷൻ എഫക്ട് ചെയ്യുന്നു. അത് ഈ മെക്കാനിസത്തിന് പിസ്റ്റൺ മെക്കാനിസം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെക്കാനിസം കാണുന്നത് ക്രോട്ടലേരിയ, ട്രൈഫോളിയം പോലത്തെ പ്ലാന്റ്സിലാണ്. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. ഫ്രൂട്ടിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് ഒരു സ്മോൾ ലെഗ്യൂം ആണ്. അത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലെഗ്യൂം ആയിരിക്കും. ബീനിലൊക്കെ സ്ട്രെയിറ്റും ട്വിസ്റ്റഡ്, ആബ്രസിലൊക്കെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലെഗ്യൂം. ലൊമെന്റം എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ട്. ഡെസ്മോഡിയം എന്ന് പറയുന്ന പ്ലാന്റില് സീഡ്സ് നോൺ എൻഡോസ്പോമിക് ആയിരിക്കും. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൾസസ് ഒക്കെ പെടുന്ന ഗ്രൂപ്പാണിത്. കടല, ചെറുപയർ, അങ്ങനെയൊക്കെ ഉഴുന്ന് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള പൾസസ് പെടുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെയൊക്കെ പേരാണ്. എഡിബിൾ പൾസസ് ഉണ്ട്, അതുപോലെ എഡിബിൾ ഫ്ലവേഴ്സ് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്, എഡിബിൾ ലീവ്സ് ഉണ്ട്, എഡിബിൾ സീഡ്സ് അവൈലബിൾ ആണ് ഈ ഗ്രൂപ്പിലെ പ്ലാന്റ്സിൽ നിന്ന്.
അതുപോലെ ഫൈബർ ഈൽഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ക്രോട്ടലേരിയ ജൻസിയ. വുഡ് ലൈറ്റ് ടോയ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് വുഡ് തരുന്ന ഒരു പ്ലാന്റ് ആണ് എസ്കൈനിമോണാസ്പെറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിലെ ഒരു ഫ്ലവർ ഡിസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ക്രോട്ടലേരിയയുടെ ഒരു സ്പീഷീസ് ആണ്. അപ്പൊ ഹാബിറ്റ് ആണ് ഈ കാണുന്നത്. അതിലൊരു സിംഗിൾ ഫ്ലവർ ആണ് കാണിച്ചിരിക്കുന്നത്. അതിന് ഫ്ലോറൽ പാർട്സ്, കാലിക്സ് എങ്ങനെയാണ്, കൊറോള, സ്റ്റാൻഡേർഡ് വിങ് ആൻഡ് കീൽ പെറ്റൽസ് എങ്ങനെയാണ്, ആൻഡ്രീഷ്യം എങ്ങനെയാണ്, ഗൈനീഷ്യം എങ്ങനെയാണ്, ഗൈനീഷ്യത്തിലെ ഓവറിയുടെ ക്രോസ് സെക്ഷൻ, ഓവറിയുടെ CS എങ്ങനെയാണ്, അതിന്റെ ഫ്രൂട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഫ്ലവറിന്റെ LS ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. പിന്നെ അതിന്റെ ഫ്ലോറൽ ഡയഗ്രാമും ഫ്ലോറൽ ഫോർമുലയുമാണ് ഈ കാണുന്നത്. ഫ്ലോറൽ ഫോർമുലയില് ഫ്ലവർ സൈഗമോർഫിക് ആയതുകൊണ്ടാണ് ഈ വട്ടത്തിനകത്ത് ഒരു സിംഗിൾ ലൈൻ ഉള്ളത്. ആക്ടോമോർഫിക് ആണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഇട്ടേന്. ബൈസെക്ഷൽ, 2 സെക്സും ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഈ സിമ്പിൾ. പിന്നെ കാലിക്സ് 5 ഫ്യൂസ്ഡ് ആണ്. കൊറോള 5 ആണെങ്കിൽ 5 ആണ്, അത് ഫ്യൂസ്ഡ് അല്ല. ആൻഡ്രീഷ്യത്തിന്റെ എണ്ണം ഫ്യൂസ്ഡ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടാവും. ഗൈനീഷ്യം എത്ര കാർപ്പൽസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഈ ഫാമിലിയിൽ വരുന്ന വേറൊരു പ്ലാന്റ് ആണ് പിസം സറ്റൈവം. അതിന്റെ ഫ്ലവറിന്റെ ഡിസെക്ട് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്.